continuation of the deductions expressly allowed under section 30 to 37. The next deduction is expenditure on scientific research as per section 35. So as per section 35, any expenditure incurred by the SSE on scientific research will be allowed as a deduction while determining the taxable business income. അപ്പോൾ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എസ് എസ് സിക്ക് എത്രയാണോ റിസർച്ച് പർപ്പസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് അവർക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പൊ സയന്റിഫിക് റിസർച്ച് സെക്ഷൻ 35 പ്രകാരം ചില എക്സ്പെൻഡിച്ചർ പറയുന്നുണ്ട്. അപ്പൊ ആ പറയുന്ന എക്സ്പെൻഡിച്ചർ ആ പറയുന്ന ഫിഗറിൽ അല്ലെങ്കിൽ ആ പറയുന്ന പ്രൊപ്പോർഷനിൽ അല്ലെങ്കിൽ പെർസെന്റേജിൽ മാത്രമേ എസ് എസ് സിക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. Okay, so the next deduction under section 35 is revenue expenditure incurred by the SSA himself. Section 35 subsection 1 subclause 1. അപ്പോൾ ഒരു എസ് എസ് സിക്ക് എത്രയാണോ എക്സ്പെൻഡിച്ചർ വന്നിട്ടുള്ളത് ദാറ്റ് എക്സ്പെൻഡിച്ചർ വിൽ ബി ഇൻ ദ നേച്ചർ ഓഫ് എ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഇസ് ഇൻകേർഡ് ഫോർ ദ പർപ്പസ് ഓഫ് റിസർച്ച് ദെൻ ദി എസ് എസ് സി ഹാസ് ടു ക്ലെയിം ഡിഡക്ഷൻ ഇൻ ഫുൾ. ഓക്കെ, അപ്പം സയന്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രയാണോ എക്സ്പെൻഡിച്ചർ വന്നിട്ടുള്ളത് അത് എന്ത് ചെയ്യാം എസ് എസ് സിക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. റവന്യൂ എക്സ്പെൻഡിച്ചർ. Okay, then the next one is contribution made to outsiders like a university, college or other institutions. And this institution is to be approved by the central government by the notification in the official gazette. Section 35 subsection 1 subclause 2 and the deduction allowed will be a maximum of 150%. It may be with effect from the assessment year 2018-19 onwards. ഓക്കെ, അപ്പം 2018-19 മുതൽ ഇത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിന്റെ 150% ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. But with effect from the assessment year 2021-22 onwards, the deduction allowed for this purpose shall be limited up to 100% instead of 150%. അപ്പൊ ഈ ഒരു അസസ്മെന്റ് ഇയർ മുതൽ അതായത് പ്രീവിയസ് ഇയർ 2021 ഓൺവേർഡ്സ് എന്താണ് 150% എന്നുള്ളത് 100% ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then the next one is sum paid for scientific research to a company. സെക്ഷൻ 35 സബ്സെക്ഷൻ 1 സബ്ക്ലോസ് 2A. അപ്പൊ ഇവിടെ ഒരു കമ്പനിക്ക് നമ്മൾ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് എസ് സി എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ he has to claim 100% as a deduction. And there are some point to be kept in mind that the first point is it is registered in India. The company is registered in India and their main objective is to scientific research and development and it is approved by the prescribed authority. And it fulfills some other conditions as may be prescribed. അപ്പൊ ഈ 4 കണ്ടീഷൻസ് ഇവിടെ നോക്കണം. അതായത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാറ്റഗറിയിൽ ആ കമ്പനി ഒരു ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആയിരിക്കണം. ആ കമ്പനിയുടെ പർപ്പസ് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആയിരിക്കണം. അത് കൺസേൺഡ് അതോറിറ്റി അപ്രൂവ് ചെയ്തതായിരിക്കണം. They have to fulfill some of the conditions prescribed by the authority. അപ്പൊ ഈ 4 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ the SSC has to claim deduction as per section 35(1) subclause 2A. 100% deduction claim ചെയ്യാൻ സാധിക്കും. Okay, the next one is sum paid for social or statistical research. Section 35 subsection 1 subclause 3. The deduction has to be claimed up to 100%. അപ്പൊ സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് പർപ്പസിന് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ 100% ഡിഡക്ഷൻ അസസിക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, and for this an approved research association or to a university or college or other institution. അപ്പൊ ഈ സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ചെയ്യുന്ന അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷനിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ആയിരിക്കണം എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, then the next one is capital expenditure on scientific research incurred by the SSC himself. Section 35 subsection 1 subclause 4. 35 തന്നെ പറയുന്ന മറ്റൊരു കാറ്റഗറിയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Whether the expenditure incurred by the SSC for conducting the research, then he has to claim deduction for the capital expenditure also. And there are some point kept in mind that any expenditure of a capital nature on scientific research relating to the business carried on by the SSA is allowed in full for the relevant previous year. That means the expenses which is incurred by the SSA for carrying out the scientific research that is relating to his business.
ഓക്കെ, അത് ആ കൺസേൺഡ് പ്രീവിയസ് ഇയറിലും ആയിരിക്കണം. അപ്പൊ അത് മുഴുവനായിട്ട് എന്താണ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് ആണ് ചെയ്യുന്നത്, അതിനു വേണ്ടി വന്നിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മുഴുവനായി ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. And the second point, no deduction shall be admissible in respect of any expenditure on the acquisition of any land. അവിടെ ലാൻഡ് അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവിന് ഒരിക്കലും തന്നെ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഇനി അതുപോലെ തന്നെ if the capital expenditure on scientific research it cannot be absorbed on account of insufficiency of profit, then unabsorbed portion of the capital expenditure will be treated in the same way as unabsorbed depreciation. അപ്പോൾ നമ്മൾ ഇൻസഫിഷ്യൻസി ഓഫ് പ്രോഫിറ്റ് മൂലം നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവിടെ അൺഅബ്സോർബ്ഡ് പോർഷൻ ഉണ്ട് എങ്കിൽ ആ അൺഅബ്സോർബ്ഡ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ ഇൻ ദ സെയിം വേ വി ഹാവ് ടു ട്രീറ്റ് ദി അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് ഇവിടെ നമ്മുടെ മൈൻഡിൽ വേണം ഈ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സയന്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇത് നെക്സ്റ്റ് 35ന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. The next one is any sum paid to approved national laboratory or recognized university or an Indian Institute of Technology for an approved scientific research program. സെക്ഷൻ 35(2)(a) വരുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് SSC ഹാസ് ടു പെയ്ഡ് എനി എമൗണ്ട് ടു ദ നാഷണൽ ലബോറട്ടറി. ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് എമൗണ്ട് കൊടുക്കുന്നത് എങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, SSCക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ് ടു 150%. ആൻഡ് ഓൾസോ വിത്ത് ഇഫക്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അസസ്മെന്റ് ഇയർ 21, 22 ഓൺവേർഡ്സ് എന്താണ് ഈ 150% എന്നുള്ളത് 100% ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അപ്രൂവ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ 150% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അസസ്മെന്റ് ഇയർ 21, 22 ഓൺവേർഡ്സ് അത് 100% ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ ഇൻ ഹൗസ് റിസർച്ച് ആണ്. 35(2)(a)(b) വരുന്നതാണ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ഇൻ ഹൗസ് റിസർച്ച്. ഓക്കെ, so a deduction of an amount equal to 150% will be allowed as a deduction under this category. അപ്പൊ ഇവിടെ 150% എന്നുള്ളത് നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അസസ്മെന്റ് ഇയർ ഓൺവേർഡ്സ് 100% ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് മനസ്സിൽ വെക്കാം. ഈ 150% എന്ന് പറയുന്ന മെയിൻലി ഈ പറഞ്ഞ പോയിന്റുകളിലെല്ലാം തന്നെ അത് 100% ആയിട്ട് ഈ ഒരു പറയുന്ന അസസ്മെന്റ് ഇയർ ഓൺവേർഡ്സ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് അടുത്ത കാറ്റഗറി ഓഫ് ഡിഡക്ഷൻ ആണ് വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ വന്നിട്ടുള്ളത് റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ദ നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു ഒബ്റ്റെയിൻ ലൈസൻസ് ടു ഓപ്പറേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ്, സെക്ഷൻ 35(a)(b). Okay. So the seventh one is capital expenditure to obtain license to operate telecommunication services. Section 35(a)(b)(b) ആണ് ട്ടോ. A(b) അല്ല, A(b)(b)(a)(b). So any capital expenditure incurred for obtaining license to operate telecommunication services, it shall be allowed as a deduction in equal installment over the previous year in which the license is in force. So in this case, if any capital expenditure is incurred by the SSC, അതിന്റെ purpose എന്താണ്, to obtain a license for operating telecommunication services either or before the commencement of the business. അല്ലെ, ബിസിനസ് വരുന്നതിന് മുമ്പായിരിക്കാം ആ ഒരു എക്സ്പെൻസസ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താവാം, അതിന് ആ പ്രീവിയസ് ഇയറിന് ആയിരിക്കാം, അതിനുശേഷം ബിസിനസ് വന്നതിന് ശേഷം ആ റെലവെന്റ് പ്രീവിയസ് ഇയറിലും ആയിരിക്കാം. എന്റെ പേയ്മെന്റ് ആക്ച്വലി എത്രയാണോ അവിടെ പേയ്മെന്റ് വന്നിട്ടുള്ളത് ആ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതെന്താണ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും ഇൻ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ഇൻ ദ റെലവെന്റ് പ്രീവിയസ് ഇയർ. അപ്പൊ റെലവെന്റ് പ്രീവിയസ് ഇയറിൽ നമുക്കത് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ആ എക്സ്പെൻഡിച്ചർ നമുക്ക് എങ്ങനെയാ വന്നിട്ടുള്ളത്, ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയറിൽ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് വരുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ സ്പെസിഫൈഡ് ബിസിനസ്, സെക്ഷൻ 35(a)(d). സെക്ഷൻ 35(a)(d) പ്രകാരം പറയുന്നത് എക്സ്പെൻഡിച്ചർ
on specified business ആണ് പറയുന്നത്. Okay, expenditure which is incurred for the specified category of business. So any expenditure, that is any expenditure of capital nature, excluding the expenditure incurred on acquisition of land or goodwill or financial instrument, which is incurred exclusively for the purpose of any specified business carried on during the previous year. അപ്പോൾ ഇതില് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ്. പക്ഷെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാറ്റ് എക്സ്പെൻഡിച്ചർ മേ ബി ഇൻ റിലേറ്റിംഗ് ടു ദി സ്പെസിഫൈഡ് ബിസിനസ്. അതുപോലെ തന്നെ അവിടെ ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഒന്നാണ് ലാൻഡ്, അതുപോലെ തന്നെ ഗുഡ് വില്ല്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഇതിനൊന്നും തന്നെ നമുക്ക് ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇഫ് ഇറ്റ് ഇസ് ഓഫ് റിലേറ്റിംഗ് ടു സ്പെസിഫൈഡ് ബിസിനസ്. ഓക്കെ, അപ്പോൾ സ്പെസിഫൈഡ് ബിസിനസ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെൻസസ് ആണ് അവിടെ വരുന്നത്. ആൻഡ് സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ കോൾഡ് ചെയിൻ ഫെസിലിറ്റി. പോൾട്രി അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൾഡ് ചെയിൻ ഫെസിലിറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സ്പെസിഫൈഡ് ബിസിനസ്. അതുപോലെ തന്നെ വെയർ ഹൗസിംഗ് ഫെസിലിറ്റി, ഓയിൽ പൈപ്പ് ലൈൻ, ഹോട്ടൽ ഓഫ് 2 star or above category, new hospitals, housing, fertilizer plant, beekeeping, these all are included under the specified business. അപ്പം സെക്ഷൻ 35 AD പ്രകാരം ഈ സ്പെസിഫൈഡ് ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിംഗ് ലാൻഡ്, ഗുഡ് വില്ല് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എസ്എസ്സിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പേയ്മെന്റ് ടു റൂറൽ ഡെവലപ്മെന്റ് ഫണ്ട്, സെക്ഷൻ CCA. സെക്ഷൻ 35 CCAയിൽ വരുന്നതാണ് പേയ്മെന്റ് ടു റൂറൽ ഡെവലപ്മെന്റ് ഫണ്ട്. അപ്പം റൂറൽ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഹാസ് ടു ബി ക്ലെയിംഡ് ആസ് അപ് ടു 100%. അപ്പൊ അതിന്റെ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും ഇഫ് എനി എമൗണ്ട് പെയ്ഡ് ടു നാഷണൽ ഫണ്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് നാഷണൽ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ട്, both notified and set up by the central government. അപ്പം ഈ രണ്ട് ഫണ്ടിലേക്ക്, അതായത് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്ന നാഷണൽ ഫണ്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ഓർ നാഷണൽ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ട്, ഈ ഒരു എമൗണ്ടിലേക്ക് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ എസ്എസ്സിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ സെക്ഷൻ 35 CCA. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉണ്ട്. അപ്പൊ അതിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുവരെ പറഞ്ഞതൊന്ന് സമപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ 6 നമ്മൾ പറഞ്ഞു എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച്. അതിൽ ആ 35ന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് കുറെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ അതിൽ ഈ 2 പോയിന്റും, അതായത് നാഷണൽ ലബോറട്ടറി റെക്കഗ്നൈസ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇൻ ഹൗസ് റിസർച്ചിന് വരുന്നതും സെക്ഷൻ 6th പോയിന്റിൽ വരുന്നത് തന്നെയാണ്. ദെൻ ക്യാപിറ്റൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഏരിയയിൽ. ദെൻ അതുപോലെ തന്നെയാണ് നമ്മൾ പിന്നീട് പറഞ്ഞത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ സ്പെസിഫൈഡ് ബിസിനസിന് വേണ്ടിയും, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷനും ഡിഡക്ഷൻ ആയിട്ട് എസ്എസ്സിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.